പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ സ്പിരിച്വൽ സെൻ്ററിന് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ മനഃശാസ്ത്രം അഥവാ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 12ാമത്തെ ക്ലാസ്സാണ്. സൈക്കോളജി എന്താണ്? ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു കേൾക്കണം. വ്യക്തിത്വം എന്താണ്? നമ്മുടെ പെരുമാറ്റങ്ങളും തീരുമാനങ്ങളും വികാരങ്ങളും ചിന്തകളും അത് സ്ഥായിയായിട്ട് നിൽക്കുമ്പോഴാണ് അത് വ്യക്തിത്വം എന്ന് പറയുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങളും ചിന്തകളും വികാരങ്ങളും എപ്പോഴും ഏറിയും കുറഞ്ഞു നിൽക്കുമ്പോൾ അതിന് വ്യക്തിത്വ വൈകല്യം എന്ന് നമ്മൾ മനസ്സിലാക്കി. വ്യക്തിത്വ വൈകല്യം 10 എണ്ണമുണ്ട് എന്ന് നമുക്കറിയാം. 3 ഗ്രൂപ്പുകളിലായിട്ട്. 1ാമത്തെ ഗ്രൂപ്പ് നമ്മൾ തീർത്തു, 2ാമത്തെ ഗ്രൂപ്പ് നമ്മൾ തീർത്തു. 3ാമത്തെ ഗ്രൂപ്പിലെ അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി അഥവാ അകന്നു നിൽക്കുന്ന വ്യക്തി വൈകല്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് ആശ്രിതത്വ വ്യക്തിത്വ വൈകല്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. 2 സംഭവങ്ങൾ പറയാം. ഞാൻ അറിയുന്നൊരു സമൂഹത്തിൽ ഒരു വ്യക്തിയുണ്ട്. അവർക്ക് എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുടെ ഉപദേശം ആവശ്യമാണ്. ഒരു പൂ വയ്ക്കണമെങ്കിൽ, ഒരു ഗ്ലാസ് എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കണമെങ്കിൽ, ഒന്ന് ടേബിൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ, അപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കുക, അത് ഇങ്ങനെ മതിയോ? ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ചാൽ മതിയാ? ഈ ഫ്ലവർ വേസ് ഇങ്ങനെ ശരിയാക്കിയാൽ നന്നായിരിക്കുമോ? ഈ ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ടേബിൾ അറേഞ്ച് ചെയ്താൽ നന്നായിരിക്കും. അതായത് സ്വയം ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണ്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മറ്റുള്ളവരെ കൂട്ടുപിടിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആശ്രയ വ്യക്തിത്വ വൈകല്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് സ്വയം ഒരു തീരുമാനമില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു അമ്മയോടൊപ്പം കണ്ടു. പ്രഥമ ദൃഷ്ടിയ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമ്മയില്ലാതെ അവനൊന്നും ചെയ്യില്ല. ഞാൻ ചോദിക്കുകയും ചെയ്ത്, അമ്മയില്ലാതെ ഒരു കാര്യം ചെയ്യില്ല അല്ലേ? അപ്പം അമ്മയും ചിരിച്ചു. ഇവൻ ചിരിച്ചൊന്നുമില്ല, കുറച്ചുകൂടി അമ്മയോട് ചേർന്ന് അമ്മയെക്കാളും വലിയൊരു പയ്യൻ. അതാണ് ആശ്രയ വ്യക്തിത്വ സ്വഭാവം എന്ന് പറയുന്നത്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധ്യം എടുക്കാനായിട്ട് അവർക്ക് എല്ലാം മറ്റുള്ളവർ വേണം. ഈ ഡ്രസ്സ് ഇങ്ങനെ ധരിച്ചാൽ മതിയോ? ഈ കളറ് ശരിയാണോ? ഈ ഭക്ഷണം ഇങ്ങനെയാണോ പാകം ചെയ്യുന്നത്? ഞാൻ ജോലിക്ക് പോകുന്നതിൽ ഈ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ ജോലിക്ക് പോകണോ വേണ്ടയോ? നല്ല പ്രൊഫഷൻ ആയിരിക്കാം, നല്ല നിലയിലെത്താൻ പറ്റാവുന്ന ജോലിയായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അനുസരിച്ച് സാലറി ഉണ്ടാകാം. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. ഇതാണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ജീവിതത്തിലുടനീളം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള വ്യക്തിത്വ വൈകല്യമുള്ളവർ. ആരെയും വെറുപ്പിക്കില്ല. ആരെയും വെറുപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അവർ തങ്ങളിൽ നിന്ന് തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത് ഭയമാണ്. ആരെയും വെറുപ്പിക്കാതിരിക്കും. അതുപോലെ തന്നെ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. നമ്മൾ 3ാമത്തെ ഗ്രൂപ്പിൻ്റെ പൊതു സ്വഭാവങ്ങൾ പറഞ്ഞില്ലേ? ഭയമുണ്ട്, ഉത്കണ്ഠയുണ്ട്, മറ്റുള്ളവർ തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള വിഷമമുണ്ട്. പിന്നെ എപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു ദുഃഖ മനോഭാവമായിരിക്കും ഇവർക്ക് പൊതുവായിട്ടുള്ളത്. ഒറ്റപ്പെടുമെന്നുള്ള ഭയമുള്ളത് കൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് തന്നെ നിൽക്കും. അതുപോലെ വിധേയത്വ സ്വഭാവം, എപ്പോഴും വിധേയപ്പെട്ടുകൊണ്ടിരിക്കും. റാം എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള ആൾക്കാരാണ്. ഇതാ ഞാൻ റെഡിയാണ്. അപ്പം അതുകൊണ്ട് എന്താണ്? ഇവരെല്ലാവരും ചൂഷണം ചെയ്യും. ഇവർക്ക് ഇങ്ങനെ എന്തു പറഞ്ഞാലും കേൾക്കും. ആരെയും വെറുപ്പിക്കില്ല. എപ്പോഴും അവൈലബിൾ ആണ്.
എന്നൊക്കെ പറയുമ്പോൾ അതൊരു വ്യക്തിത്വത്തിന് നല്ല ഗുണമായിട്ട് നമ്മൾ വിചാരിക്കും. അങ്ങനെ നല്ല ഗുണമുള്ളവരുമുണ്ട്. പക്ഷേ ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആശ്രയ വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് ഒരു പ്രത്യേകത കൂടുതലുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി അവർ എന്തും ചെയ്യും. എന്തും ചെയ്യണെന്തിനാണ്? അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ടാണ്, അവർ തന്നെ വിട്ടുപോകാതിരിക്കാനാണ്, അവർ തന്നെ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയമാണ്. പിന്നെ ആരെയും വെറുപ്പിക്കാതിരിക്കാനായിട്ട് എന്തു പറഞ്ഞാലും അനങ്ങാതിരുന്ന് കേൾക്കും. അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അതെ. അത്രയ്ക്ക് ഒരു പ്രത്യേക വ്യക്തിത്വത്തിന് സ്വഭാവമായിരിക്കാം ഈ ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി ഉള്ളവർ. എങ്ങനെ ഈ വ്യക്തിത്വത്തിന് ഇവർ കാരണഭൂതരായി എന്നുള്ളതിന് നമ്മൾ 10 വൈകല്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു പ്രത്യേകത, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളാണെന്ന് പറയും. ജനിതകപരമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ കുടുംബ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഉണ്ടാകാം. പിന്നെ നമ്മൾക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അനുവാദമില്ലാതെ പറയാൻ നമുക്ക് ധൈര്യമില്ല, പറയാൻ പാടില്ല. എങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ ആ കുടുംബത്ത് അങ്ങനെ ഉണ്ടാകാം. ഞാൻ 9 വയസ്സുകാരൻ്റെ കാര്യം പറഞ്ഞതുപോലെ കൂടുതൽ പരിലാളന ലഭിച്ചാലും, മനസ്സിലായ, കൂടുതൽ പരിലാളന ലഭിച്ചാലും അതൊരു പ്രശ്നം തന്നെയാണ്. എപ്പോഴും അമ്മ പറയുന്നത്, അപ്പം പറയുന്നത്, അല്ലെങ്കിൽ അപ്പനും അമ്മയും കൂടി ചേർത്ത് നിർത്തി കൊണ്ടു നടക്കുക. എല്ലാ കാര്യത്തിലും ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. എല്ലാ കാര്യത്തിലും മാതാപിതാക്കൾ തന്നെ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും. എപ്പോഴും കൂടെ ഉണ്ടാകും. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആയിരിക്കുമ്പോഴും കുളിക്കുമ്പോഴും എപ്പോഴും ഈ മാതാപിതാക്കൾ ഇങ്ങനെ കൊണ്ടു നടന്ന് അപ്പനും അമ്മയും കൂടി മക്കളെ ചീത്തയാക്കിയെന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ചെറുപ്പത്തിലേ ലഭിക്കുന്ന കൂടുതൽ പരിചരണത്തിൽ ഇപ്പം സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ വ്യക്തിത്വ വളർച്ചയുടെ 4 കാലഘട്ടങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. 4 കാലഘട്ടങ്ങൾ, ആദ്യത്തെ 4 കാലഘട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ജനനം മുതൽ 18 മാസം വരെയുള്ള കാലഘട്ടങ്ങൾ, പിന്നെ 18 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ, പിന്നെ 3 വയസ്സ് മുതൽ 7 വയസ്സുള്ള വരെയുള്ള കാലഘട്ടങ്ങൾ, പിന്നെ 7 വയസ്സ് മുതൽ 12 വയസ്സുള്ള വരെ കാലഘട്ടങ്ങൾ. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ 18 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ 3 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ, എറിക് എറിക്സണും ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് സ്വയം ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ലഭിക്കുന്ന ഒരു സമയമാണത്. കുട്ടികൾ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. നമ്മൾ കൊച്ചുകുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർക്കൊരു ലീഡർ ഉണ്ടാവും, അല്ലെങ്കിൽ അവരൊരാൾ അപ്പനാവും, അല്ലെങ്കിൽ ഒരാൾ അമ്മയാകും. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ എടുത്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ട്രൗസർ സ്വയം ഇടാൻ നോക്കും, ഉടുപ്പ് സ്വയം ഇടാൻ നോക്കും, പോയി കണ്ണാടയ്ക്ക് മുമ്പിൽ നിന്ന് മേക്കപ്പ് ചെയ്യും. അയ്യേ, ഇത് എന്തിനു കൊള്ളാം, ഇങ്ങനെയാണ് ട്രൗസർ ഇടുന്നത്, ഇങ്ങനെയാണ് ഉടുപ്പിടുന്നത് എന്ന് പറഞ്ഞ് കുട്ടികളെ വിരട്ടി കഴിയുമ്പോൾ അവർക്ക് എന്ത് പറയും? അവർക്ക് എന്തൊരു സങ്കോചമായിരിക്കും, ഷെയിമായിരിക്കും. അയ്യോ, ഞാനിട്ട ശരിയാവോ? ഈ ഒരു ചിന്ത ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കുമെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും അതുപോലെ എറിക് എറിക്സൺ തുടങ്ങിയ എല്ലാ കുട്ടികളുടെ മനഃശാസ്ത്രജ്ഞന്മാരും പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് കുട്ടികൾക്ക് എപ്പോഴും പരിചരണവും, കുട്ടികളെ പിന്നാലെ നടന്നാൽ കുട്ടികൾക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് 16 വയസ്സായാലും 17 വയസ്സായാലും കുട്ടികളൊക്കെ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെ പറയുന്നത് നമ്മളാണ്. അപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികൾക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അതിന് കുട്ടികൾക്ക് ആ കാലഘട്ടത്തിലൂടെ, ആ സൈക്കിളിലൂടെ പോകുമ്പോൾ, സൈക്കിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ ആ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇത് ലഭിക്കാനായിട്ടുള്ളൊരവസരം നമ്മളുടെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. സാഹചര്യങ്ങൾ, എൻവയൺമെൻറ്റും ഒരു വലിയ ഘടകം തന്നെയാണ്. വളരെയധികം പരിചരണം, എല്ലാത്തിലും കുട്ടികളുടെ പിന്നാലെ നടക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ഇനീഷ്യേറ്റ് എടുക്കാനായിട്ടുള്ള ആ തടസ്സം അവരുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. അങ്ങനെ ഇതിനൊരു കാരണമായിട്ട് പറയുന്നതും ഇത് തന്നെയാണ്. എന്നാൽ ഇത് വലിയൊരു വൈകല്യമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം അതിജീവിക്കുവാനായിട്ടുള്ള അവബോധം കൊടുക്കുമ്പോൾ CBT, ബെക്കിൻ്റെ ആ തിയറിയൊക്കെ പ്രാക്ടിക്കലാക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ടോക്ക് തെറാപ്പിയൊക്കെ ഉണ്ട്.
സംസാരിച്ച് തീർക്കാവുന്ന, ഒരു സൈക്കോളജിസ്റ്റിനൊക്കെ കൈകാര്യം ചെയ്യാവുന്ന ഒരവസ്ഥ തന്നെയാണ് ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റിയിൽ ഉള്ളത്. അവരിൽ ബോധ്യം ജനിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് കഴിവുകളുണ്ട് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. കുട്ടി ഇങ്ങനെ പറയുന്നത്, അവൻ പഠിച്ചത് മാതാപിതാക്കള് കാശ് കൊടുത്തിട്ടാണ്. ഞാനൊന്നും കൂടി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ പോയി പഠിച്ച് മാതാപിതാക്കളെ എനിക്ക് ശല്യപ്പെടുത്താൻ ഇടയാകുമായിരുന്നില്ല എന്ന്. ഇതാണ് അവൻ്റെ പ്രയാസം. ഇപ്പോൾ 10-25 വയസ്സുള്ള ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ ഒരു ചിന്തയാണ്. അവൻ്റെ മനസ്സ് മുഴുവനും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇതാണ്. ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന നിലയ്ക്ക് ഒരു കുട്ടിയുടെ രൂപീകരണ കാലഘട്ടത്തിൽ ആ കുട്ടിയെ ഒരു നിലയിൽ എത്തിക്കുക എന്നുള്ളത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമയാണ്. പ്രത്യുപകാരമായിട്ട് മകന് ഇനിയുള്ള കാലഘട്ടം മാതാപിതാക്കന്മാരെ സഹായിക്കാം. നല്ലൊരു ജോലി സമ്പാദിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഏറ്റവും നല്ല ഒരു മകനായിട്ട് ജീവിച്ച് പ്രത്യുപകാരം ചെയ്യാം. ഇതാണ് കുട്ടികളിൽ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ സ്വയം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ആ കുറ്റപ്പെടുത്തലുകൾ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി ഒരുപാട് സ്വയം മുറിവേൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. തീരുമാനങ്ങൾ എടുക്കില്ല, ഭയങ്കര ആശ്രയത്വം അബോധമായിരിക്കും, ഒറ്റപ്പെടുമെന്നുള്ള ഒരു ചിന്തയുണ്ടായിരിക്കും, വിധേയത്വ മനോഭാവം ഉണ്ടാകും, വിയോജിച്ച് നിൽക്കില്ല. അവർ ഒരു കാര്യത്തിലും യാതൊരു വിയോജിപ്പും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യെസ് സാർ, ഇതാ ഞാൻ, റാം എന്നൊക്കെ പറയില്ലേ, എല്ലാ കാര്യത്തിലും. കാരണം മറ്റുള്ളവർ തന്നെ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം അവരെപ്പോഴും ഉത്കണ്ഠപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. എല്ലാ ക്ലാസ്സിൻ്റെയും അവസാന ഭാഗത്ത് ഞാൻ പറയും, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ DSM എന്ന മാനദണ്ഡമുണ്ട്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ. ഇപ്പോൾ അവരുടെ 5ാമത്തെ എഡിഷൻ്റെ ടെക്സ്റ്റ് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മാനസികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു മാനുവൽ ഇതാണ്. അതുപോലെ തന്നെയാണ് ലോക ആരോഗ്യ സംഘടനയുടെ ICD, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഈ 2 മാനദണ്ഡങ്ങളുമാണ് ഒരാൾക്ക് രോഗാവസ്ഥയുണ്ടോ, അത് കഠിനമാണോ, ലഘുവാണോ, സീരിയസ് ആയിട്ടുള്ളതാണോ, അതോ വളരെ നോർമലായിട്ടുള്ളതാണോ എന്നൊക്കെ ചിന്തിപ്പിക്കുന്നത് ഈ മാനുവലിൻ്റെ സഹായത്തോടെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ കുടുംബത്ത്, ഇപ്പം നമ്മുടെ കുടുംബത്താകാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കാം, ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്തിയാൽ എൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും വിധിക്കാനായിട്ട് പോകരുത്. വിധിക്കാൻ മനഃശാസ്ത്രം അനുവദിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരാളെ സഹായിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ പ്രസ്തുത വ്യക്തിക്ക് ബോധ്യപ്പെടണം. ഞാൻ പറഞ്ഞില്ലേ, വൈകല്യങ്ങൾ എന്താണ്? വൈകല്യങ്ങൾ സമൂഹത്തിനും കുടുംബത്തിനും സഹോദരർക്കും കൂട്ടുകാർക്കും സ്വയം തന്നെയും അസ്വസ്ഥതകൾ ജനിപ്പിക്കുമ്പോഴാണ്, പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് അതിന് വൈകല്യം എന്ന് നമ്മൾ പറയുക. അല്ലെങ്കിൽ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ല, ആർക്കൊരു ബുദ്ധിമുട്ടില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ച് സമൂഹത്തിനില്ല, കുടുംബത്തിനില്ല, ഭാര്യയ്ക്കില്ല, ഭർത്താവിനില്ല, മക്കൾക്കില്ല, കൂട്ടുകാർക്കില്ല, ജോലി സ്ഥലങ്ങളില്ല എങ്കിൽ അതൊരു വൈകല്യമല്ല, അതൊരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. മറിച്ച് മറ്റുള്ളവർക്ക് എല്ലാം ഇത് ബുദ്ധിമുട്ടായിട്ട് തീരുമ്പോഴാണ് ഇതിനെ നമ്മൾ ഒരു വൈകല്യം എന്ന പേരിൽ കൊടുക്കുക. അപ്പോൾ ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ആശ്രയ വ്യക്തിത്വ വൈകല്യമുള്ളവരെ നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലൊക്കെ നമ്മൾക്കിനി കണ്ടുമുട്ടാനായിട്ട് സാധിച്ചേക്കാം. അപ്പം നമുക്ക് കൂടുതൽ അവരെ മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു അവസരമായിട്ട് നമുക്കിത് കണക്കാക്കാനായിട്ട് സാധിക്കണം. നമ്മൾ പ്രാക്ടിക്കൽ എന്നൊക്കെ പറയില്ലേ, ഏതൊരു വൈകല്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാലും, പാരനോയിഡ് ആകട്ടെ, സ്കിറ്റ്സോയിഡ് ആകട്ടെ, സ്കിറ്റ്സോ ടൈപ്പിലാകട്ടെ, ആൻറ്റി സോഷ്യൽ ആകട്ടെ, ബോർഡർ ലൈൻ ആകട്ടെ, നാർസിസിസ്റ്റിക് ആകട്ടെ, ഹിസ്റ്റീരിയോണിക് ആകട്ടെ, അവോയ്ഡൻ്റ് ആകട്ടെ, ഡിപ്പെൻഡൻ്റ് ആകട്ടെ, ഇനി നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകട്ടെ, എല്ലാത്തിനും പെർഫെക്ഷൻ വേണം. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ നടക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഇനിയൊരു പേഴ്സണാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതെല്ലാം പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച്
ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ഈ നമ്മുടെ പഠനങ്ങളിലൂടെ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവരെ കറക്റ്റ് ചെയ്യാനല്ല, മറിച്ച് ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് ജനിക്കാനായിട്ട് നമ്മളുടെ പഠനം, സൈക്കോളജി, മനഃശാസ്ത്ര പഠനം സഹായിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കൊച്ചു ത്രേസ്യ സ്പിരിച്വൽ സെൻ്ററിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.